എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 85ാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ചക്രയുടെ പേരാണ് മൂലാധാര ചക്ര. മൂലാധാരം എന്ന് പറയുമ്പോഴേ നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും. മൂല ആധാരം, നമ്മുടെ ആധാരം, നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം തന്നെ അതിനകത്തുണ്ട്. അതാണ് മൂലാധാരം എന്ന് അതിന് പേര്. നമ്മൾ ഇത് മലയാളമോ തമിഴോ ഒന്നുമല്ല, സാൻസ്ക്രിറ്റ് വാക്കാണ് മൂലാധാരം. അതായത് നമ്മുടെ ഈ ജന്മത്തിലെ ജീവിതത്തിന് വേണ്ടിയ സകലതും ആ ചക്രയ്ക്കകത്ത് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഈ ചക്രനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പം മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, ഈ മൂലാധാര ചക്രനെ ഇംഗ്ലീഷിൽ റൂട്ട് ചക്ര എന്ന് പറയും. റൂട്ട് ചക്ര എന്ന് അവർ പേര് വെച്ചതിനും കാരണം ഈ മൂലാധാരം എന്നുള്ള അർത്ഥത്തിനെ കുറിക്കുന്ന ഒരു പേരാണ് റൂട്ട് ചക്ര. അതായത് ഒരു ചെടിയുണ്ട്, ഒരു ചെടിയിൽ അതിൻ്റെ റൂട്ടിനെ, അതിൻ്റെ വേരുകളെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ അത് വളരുമോ? വളരത്തില്ല. അപ്പം ഒരു ചെടി വളരാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ റൂട്ട്സ് എന്ന് പറയുന്നത്, വേരുകൾ. ഇപ്പം ഇലകൾ ഇല്ലെങ്കിലും അത് തിളിർക്കും. ചില ബ്രാഞ്ചസ് എല്ലാം വെട്ടിക്കളഞ്ഞാലും തിളിർക്കും. നടുവിലുള്ള മരത്തിനെ തന്നെ വെട്ടി കളഞ്ഞാൽ കൂടെ അതിൻ്റെ വേര് സ്ട്രോങ് ആണെങ്കിൽ അത് കിളിർത്ത് വരും തിരിച്ചും. പക്ഷേ എത്ര തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരമാണെങ്കിലും അതിൻ്റെ വേരിനെ അറുത്ത് മുറിച്ച് കളഞ്ഞാൽ പിന്നെ ആ മരം നിൽക്കത്തില്ല, അത് ചത്തു. അതുപോലെയാണ് അപ്പം ഈ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൻ്റെ ആധാരം ആണ് ഈ റൂട്ട് എന്നുള്ള ചക്രയുടെ സംഗതികൾ. അതുകൊണ്ടാണ് ഈ മൂലാധാരം എന്നുള്ളതിന് തുല്യമായിട്ട് അവർ ഇംഗ്ലീഷിൽ റൂട്ട് ചക്ര എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ റൂട്ട് ചക്രയുടെ അല്ലെങ്കിൽ ഈ മൂലാധാരത്തിൻ്റെ ചില ഗുണാതിശയങ്ങൾ എന്തുവാ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഈ മൂലാധാരം എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥലം എവിടെ, അതാണ് എല്ലാവർക്കും അറിയേണ്ടത് ആദ്യമായിട്ട്, ഇല്ലയോ? അത് എവിടെ ഉള്ളത്? നമ്മുടെ ദേഹത്തുണ്ട്. അതായത് ദേഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്ട്രൽ ബോഡിയിലുണ്ട്. പക്ഷെ അത് എവിടെ, അതിൻ്റെ ലൊക്കേഷൻ എവിടെ എന്ന് പറഞ്ഞാൽ അറ്റ് ദ ബേസ് ഓഫ് ദ സ്പൈൻ. അതായത് നമ്മുടെ നട്ടെല്ലിൻ്റെ അടിഭാഗത്ത്, നട്ടെല്ലിൻ്റെ അടിയിൽ, അതായത് ഏകദേശം മലദ്വാരത്തിൻ്റെ അടുത്തായിട്ട് വരും. അതാണ് ഈ മൂലാധാര ചക്രത്തിൻ്റെ ലൊക്കേഷൻ. പിന്നെ അതിന് കളറുണ്ട്. ഈ ചക്രാസിനെയെല്ലാം, അതായത് ഈ 7 ചക്രാസിനെയും ആൾക്കാരെന്ന് വെച്ചാൽ സാധാരണപ്പെട്ടവരല്ല, ഈ ഋഷികളും മുനികളും ഒക്കെ, ഈ സിദ്ധർകളും അവരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അതിനെ ആദ്യം ചക്ര എന്ന് പറഞ്ഞു. അതിന് പിന്നെ ഓരോ ഈ ചക്രായനെയും അവര് ഈ ഇത്ര ഇതളുള്ള താമരപ്പൂവാണ് എന്നാണ് അവര് അതിനെ വർണ്ണിക്കുന്നത്. അപ്പം ഈ മൂലാധാര ചക്രയ്ക്ക് അവര് കളർ കൊടുത്തിട്ടുണ്ട്, അതിന് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാം അവര് കൃത്യം അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് അവർ പറയുന്നത് അതിൻ്റെ കളർ റെഡാണ്, അതായത് ചുമന്ന കളറാണ്. പക്ഷേ നമുക്കറിയാം അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. പക്ഷേ അതിനൊരു ചുമന്ന കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ഇതൾ ഉള്ള താമരയായിട്ടാണ് അതിനെ വർണ്ണിക്കുന്നത്. ഒരു ചെറിയ താമരപ്പൂ, അതിന് 4 ഇതഴുണ്ട് എന്ന് പറയുന്നു. ഈ ഇതഴുകൾ എന്ന് പറയുന്നത് ഈ പെറ്റൽസ്, ഈ 4 പെറ്റൽസ് ഉണ്ടല്ലോ, ഈ 4 പെറ്റൽസിനും ഓരോ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, സാൻസ്ക്രിറ്റിൻ്റെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ഈ പെറ്റലിനും ചില ഗുണാതിശയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നെറ്റിൽ പോയാൽ തന്നെ കിട്ടും. അതൊന്നും വലിയ കാര്യമല്ല. ഇത് ഓപ്പൺ ടു ആൾ ആണ്.
എല്ലാവർക്കും അറിയാവുന്ന സംഗതികളാണ്. പക്ഷേ നമ്മളുടെ ലെവലിൽ ഇപ്പം ഇരിക്കുമ്പം നമ്മൾ അതിനെക്കുറിച്ച് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു പഠനത്തിന് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഈ ആദ്യം നമ്മൾ ചക്രാസിനെ കുറിച്ച് ഇപ്പോഴേ പഠിക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ച് മനസ്സിലാക്കാം. പിന്നെ ഡീപ്പായിട്ട് പോകുമ്പം അതിന് അങ്ങനത്തെ ഗവേഷണങ്ങളൊക്കെ നടത്തി അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമുക്ക് പോകാം. അപ്പം ഇത് തുടക്കം കുറിക്കുന്നതാണ്. അതൊന്ന്. അപ്പം എത്ര പെറ്റൽസ് ഉണ്ട്? 4 പെറ്റൽസ് ഉണ്ട്. ഈ 4 പെറ്റൽസിനും 4 ലെറ്റേഴ്സ് ഉണ്ട്. ഓരോ പെറ്റലിനും പല ഗുണാതിശയങ്ങളുണ്ട്. അതിൻ്റെ കളർ ചുമപ്പാണ്. പിന്നെ ഈ ഈ മൂലാധാര ചക്ര എന്ന് പറയുന്നത് ഭൂമിയോടെ കണക്റ്റഡ് ആണ്. ഭൂമിയോട് വെച്ചാൽ നമ്മുടെ ഭൂമാദേവിക്ക് കണക്റ്റഡ് ആണ്. ഭൂമാദേവിയോടുകൂടി കണക്ഷൻ ഉള്ള ഒരു ചക്രയാണ് ഈ മൂലാധാര ചക്ര. അതൊന്ന്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടുതൽ മനസ്സിലാകും. അപ്പം ചുമന്ന കളർ. പിന്നെ ഇത് ഓരോ ചക്രയ്ക്കും ഒരു ഡേറ്റിയെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റി എന്ന് വെച്ചാൽ ഒരു ദൈവം. ഓക്കെ. അപ്പം മൂലാധാര ചക്രത്തിന് കൊടുത്തിട്ടുള്ള ഡേറ്റി എന്ന് വെച്ചാൽ ദൈവം എന്ന് പറയുന്നത് ഗണപതിയാണ്. അപ്പം ആ ഗണപതിക്ക് പേര് മൂലഗണപതി എന്നാണ് പേര്. അപ്പം മൂലഗണപതിയാണ് അവിടെ ഉള്ളത്. പിന്നെ ഈ ഓരോ ചക്രത്തിനും ഒരു മന്ത്രമുണ്ട്. അപ്പം ഈ മന്ത്രത്തിനെ നമ്മൾ ഇങ്ങനെ ഒരു ദിവസം 1,00,000 പ്രാവശ്യം അങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ആ ചക്രനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ആ ചക്ര ഇങ്ങനെ തുടിക്കുന്ന പോലെ നമുക്ക് മനസ്സിലാകും. അത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ ഇപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ അത് തുടിക്കത്തുള്ളൂ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആകത്തുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ ഭാഗം ഇങ്ങനെ അകത്ത് ഇങ്ങനെ തുടിക്കുന്നത്. അപ്പം അതിങ്ങനെ വർക്കാവുന്നത് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ചവരെ എനിക്ക് മൂലാധാരം നല്ല ഇങ്ങനെ തുടിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫീലിംഗ് എന്തുവാന്ന് എനിക്കറിയാം. അതാണ്. അപ്പം ഈ അതിൻ്റെ മന്ത്രമാണ് ലം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൊതുവെ ഈ മൂലാധാര ചക്രത്തിനെ കുറിച്ച് പറയുന്നതാണ്. ലം ലം ഇങ്ങനെ നമ്മുടെ മനസ്സിനെ മൂലാധാര ചക്രത്തിൽ നിർത്തിക്കൊണ്ട് ആദ്യം ശബ്ദമിട്ട് പറയുക, പിന്നെ മനസ്സിനകത്ത് പറയുക. അങ്ങനെ ഏറ്റിക്കൊണ്ടിരുന്നാലേ മതി ആ മൂലാധാര ചക്ര ആക്ടിവേറ്റ് ആകും. ഓക്കെ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അതിൻ്റെ മൂലാധാര ചക്രൻ്റെ മന്ത്രമാണ് ലം. ഓക്കെ. പിന്നെ ഇതിൻ്റെ ബേസിക്കായിട്ട് ഇതിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വാഴ്വാധാരം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഉള്ള ആധാരമായിട്ടുള്ളതാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു. അതായത് സർവൈവൽ, ജീവിക്കാനുള്ള സകല മാർഗങ്ങളും അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഈ മൂലാധാരത്തിലെ നമ്മുടെ പഴയ ജന്മങ്ങളുടെ കാര്യങ്ങളെല്ലാം കൂടെ അതിനകത്ത് പൊതച്ചു വെച്ചിട്ടുണ്ട്. പഴയ ജന്മങ്ങളുടെ അപ്പം ഒരാളിന് ഈ മൂലാധാര ചക്ര ആക്ടിവേറ്റ് ആയാൽ അങ്ങനെയാണ് അവർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു മൂലാധാര ചക്രയും ആജ്ഞാചക്രയും കണക്റ്റഡ് ആണെന്ന്. അപ്പം മൂലാധാരം ആക്ടിവേറ്റ് ആയാൽ ആജ്ഞായനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ആജ്ഞായ ആക്ടിവേറ്റ് ആകുമ്പോഴാണ് ഞാൻ പറഞ്ഞത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് വെച്ചാൽ എന്തുവാ? അതായത് നമ്മൾക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ പഴയ ജന്മങ്ങളെക്കുറിച്ചെല്ലാം അറിയാൻ പറ്റും. ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ജന്മങ്ങളെ കുറിച്ചും നമുക്ക് അറിയാൻ പറ്റും. അപ്പം അത്രയ്ക്ക് പവർ ഉള്ളതാണ്. അപ്പം മൂലാധാര ചക്ര ഒരു ലോവർ ചക്രയാണ് എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. എന്താ വെച്ചാൽ മൂലാധാര ചക്ര എല്ലാ ചക്രാസും കണക്റ്റഡ് ആണ്. അതിൽ നല്ല ഒരു സ്ട്രോങ് കണക്ഷൻ എന്ന് പറയുന്നത് മൂലാധാരവും ആജ്ഞാചക്രയും കണക്റ്റഡ് ആണ്. അപ്പം ഈ
നമ്മുടെ ഒരു നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ അതിൻ്റെ ശക്തി, അതിൻ്റെ ഒരു എന്തുവാ ഒരു സെക്യൂരിറ്റി വേണമെങ്കിൽ ഈ ചക്ര സ്ട്രോങ് ആയിട്ടിരിക്കണം. അപ്പം ഈ ചക്ര സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെ, വീക്കായിട്ടിരിക്കുമ്പോൾ എങ്ങനെ, അതെല്ലാം നമ്മൾ ഇപ്പം നോക്കാൻ പോവുകയാണ്. ഓക്കെ, അത് അതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ വിവരമായിട്ട് അതിനെക്കുറിച്ച് നോക്കാം. അപ്പം ഇതൊക്കെയാണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതേ എൻ്റെ ഗുരു പ്രദീപ് വിജയ് ഇതിനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് ചില വീഡിയോകൾ ഇട്ടിട്ടുണ്ട്, ക്ലാസ് എടുത്തു. ആ ക്ലാസ്സൊക്കെ ഞാനും അറ്റൻഡ് ചെയ്തു. അപ്പം ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറയുന്ന വീഡിയോയിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് എൻ്റെ ഗുരു എടുത്ത ക്ലാസ്സിൻ്റെയും എൻ്റെ ഗുരു പറഞ്ഞത്, അദ്ദേഹം മെയിനായിട്ട് ആ ക്ലാസ്സൊക്കെ എടുത്തതിൻ്റെ സാരാംശം ഒരു ബുക്കിൽ നിന്നാണ്. അതായത് ഈസ്റ്റേൺ ബോഡി ആൻഡ് വെസ്റ്റേൺ മൈൻഡ് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, അദ്ദേഹം ഞങ്ങൾക്ക് ഓൺലൈനിൽ ഇപ്പം അടുത്ത കാലത്ത് അതിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അത് പറഞ്ഞു തന്നതിൻ്റെ പേര് ഞാൻ കുറേ നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് പഠിച്ചിട്ടില്ല, ഈസ്റ്റേൺ ബോഡി ആൻഡ് വെസ്റ്റേൺ മൈൻഡ്. ആ ബുക്ക് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഗുരു പറഞ്ഞു തന്നതും ഓൺലൈൻ ക്ലാസ് വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് പറയുന്നത്. ഇപ്പം ഇതിൽ അതായത് ഈ ചക്ര, മൂലാധാര ചക്ര ഒരാളിന് സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ അങ്ങേർക്ക് മെയിനായിട്ട് ആ വ്യക്തിക്ക് മെയിനായിട്ട് ഉള്ള ഒരു നെഗറ്റീവ് ഇമോഷൻ, നെഗറ്റീവ് സ്വഭാവം എന്ന് പറയുന്നത് ഭയം. അപ്പം മൂലാധാര ചക്രത്തിൻ്റെ നെഗറ്റീവ് എനർജി, അതായത് നെഗറ്റീവ് എന്ന് വെച്ചാൽ എന്തുവാ, അത് സ്ട്രോങ് അല്ല, അത് ആക്ടിവേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതം മുഴുവനും ഒരു ഭയം കാണും. എന്തിനെടുത്താലും ഭയം, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭയം. ഇപ്പം അത് കൊച്ചായിട്ടിരിക്കുമ്പം ഒരു രീതിയിൽ വെളിയിൽ കാണിക്കും, വലുതാകുമ്പം വേറെ രീതിയിൽ അത് വെളി കാണിക്കും. പക്ഷെ എല്ലാത്തിനും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളത് ഭയം, ഫിയർ. ഈ ഫിയർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊച്ചിൻ്റെ അടുത്ത് നമ്മളെല്ലാവരും ഒരു മുറിയിലിരിക്കുക, അടുത്ത മുറിയിലൊന്നും നമ്മൾ ലൈറ്റ് ഇടുന്നില്ല. അപ്പോൾ ആ കൊച്ചിൻ്റെ അടുത്ത് മോനെ ആ മുറിയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വാ, അല്ലെങ്കിൽ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വാ. അയ്യോ ഞാൻ പോകത്തില്ല, അവിടെ ഇരുട്ടാ, അയ്യോ എനിക്ക് പേടിയാ. അപ്പം ഈ പേടി എന്ന് പറയുന്നതാണ് ഭയം, ആ പേടിയാണ് ഫിയർ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മൂലാധാര ചക്ര ആ കൊച്ചിന് സ്ട്രോങ് അല്ല, അതിനെ കുറച്ചും കൂടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം എന്നാണ് അർത്ഥം. ഇത് കൊച്ചിന് മാത്രമല്ല, വലിയവർക്കും അങ്ങനെ. വലിയവർക്കും ഇത് കണ്ടിന്യൂ ചെയ്യും, അതായത് ഇത് തുടരും എന്ന് വെച്ചാലേ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഭയമാണ്. ഒരു പുതിയ ജോലിക്ക് പോകണോ, ഇൻ്റർവ്യൂവിന് പോകണോ ഭയം, ജോലി എടുത്തോ ശരി, എങ്ങനെയോ ജോലി കിട്ടി, ജോലിക്ക് പോകുമ്പോഴും ഭയം, ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഭയം, ആക്സിഡൻ്റ് ആയാലോ, തിരിച്ച് ഞാൻ വന്നില്ലെങ്കിലോ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ഭയം കാണും. ഓക്കെ, അപ്പം അപ്പം ഈ ചക്രാസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് കാരണം നമ്മളെ തന്നെ നമ്മൾ ചോദ്യം ചോദിച്ച് നോക്കണം. എനിക്ക് ഈ ഭയം ഉണ്ടോ, ഏതിലാ ഭയം എന്നൊക്കെ നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് നോക്കണം. അന്ന് ഒരു കമൻറ്റിൽ ചോദിച്ചിരുന്നു, നമുക്കെങ്ങനെ അറിയാം നമ്മുടെ മനസ്സിൽ തോന്നുന്നത് നല്ല ചിന്തയാണോ ചെയ്ത്. അതറിയാനേ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ജസ്റ്റ് ഒരു തോട്ട് വരുന്നു നമ്മുടെ മനസ്സിൽ, ഇവനൊന്നും നന്നായി വരത്തില്ല, അപ്പോഴേ ഉടനെ നമ്മൾ അതിനെ കണ്ടുപിടിക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൻ്റെ പിന്നെ എന്തിനാണ് നമ്മളിപ്പോൾ അയാളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചേ, അയാൾ നന്നാവാത്തത് അയാളുടെ കയ്യിലുണ്ട്, ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്, എൻ്റെ മനസ്സിൽ എന്തിനാ അങ്ങനെ ഒരു വിചാരം വന്നേ. കട്ടെന്ന് വെച്ചാൽ ഇനി അങ്ങനെ നമ്മൾ ചിന്തിക്കരുത് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേറെ ആരും അതിനൊരു ഉപകരണമോ ഒരു ഇൻസ്ട്രുമെൻറ്റോ ഒന്നും ആവശ്യമില്ല. നമ്മൾ തന്നെ നമ്മുടെ ചിന്തയെ ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതേ സമയത്ത് ഈ പോസിറ്റീവ് എനർജി,
അതായത് ഒരാളിന് മൂലാധാര ചക്ര നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ട്, ആക്റ്റീവായിട്ടുണ്ട്, അതിനകത്ത് ബ്ലോക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് അയാൾക്ക് എന്ന് ഞാൻ പറയാം, ഇപ്പം അയാൾക്ക് ഉള്ളത് ട്രസ്റ്റാണ്. ഫിയറിൻ്റെ ഓപ്പോസിറ്റാണ് ട്രസ്റ്റ്. ട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വിശ്വാസം. എല്ലാത്തിനും വിശ്വാസമുണ്ട്. അതായത് അയാളുടെ പുറത്ത് തന്നെ വിശ്വാസമുണ്ട്. അപ്പം വെളിയിൽ ഇറങ്ങുമ്പോഴേ ഇപ്പം എനിക്ക് എൻ്റെ ബസ് ആക്സിഡൻ്റ് ആകുമോ വിചാരിക്കത്തില്ല. ഞാൻ നേരെ ചൊവ്വേ നടക്കേണ്ട സ്ഥലത്ത് നടന്നു പോകും, എനിക്ക് ഒരു ആക്സിഡൻറ്റും പറ്റത്തില്ല. അയാളുടെ പുറത്തുള്ള ട്രസ്റ്റ്, വിശ്വാസം, അയാൾക്ക് ദൈവത്തിനോടുള്ള ഒരു വിശ്വാസം, അയാൾക്ക് ജീവിതത്തിനോടുള്ള വിശ്വാസം. ഓക്കെ, അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ നെഗറ്റീവ് ക്വാളിറ്റിയും പോസിറ്റീവ് ക്വാളിറ്റിയും ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ഇപ്പോൾ ചിന്തിച്ച് നോക്കണം. ഇപ്പം നിങ്ങളിപ്പോൾ വീഡിയോ കേൾക്കുന്നു, ഈ വീഡിയോ കേട്ട് തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു രൂപം കിട്ടും, ഒരു ഐഡിയ കിട്ടും. അത് വെച്ചുകൊണ്ട് ഇനി നമ്മളെ അനലൈസ് ചെയ്ത് നോക്കണം. അതാണ് അന്നും ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇനി സെൽഫ് ഇംപ്രൂവ്മെൻ്റ് അല്ല വേണ്ടി, നമുക്ക് സെൽഫ് ട്രാൻസ്ഫോർമേഷനാണ് വേണ്ടി. സെൽഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ഇന്ന് ഒരുത്തൻ 10 രൂപ സമ്പാദിക്കുന്നു, നാളെ അവൻ 15 രൂപയ്ക്ക് വ്യാപാരം ചെയ്യുന്നു, ബിസിനസ് നടത്തുന്നു. അത് ഇമ്പ്രൂവ്മെൻറ്റ്. അവൻ്റെ ബിസിനസ്സിൽ 5 രൂപയുടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമുക്ക് വേണ്ടിയത് ഇമ്പ്രൂവ്മെൻ്റ് അല്ല, നമുക്ക് വേണ്ടിയത് ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ. ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എങ്ങനെ ഇരിക്കുന്നോ, ഇന്നത്തെക്കാട്ടിലും നാളെ ഞാനൊരു ബെറ്റർ പേഴ്സൺ ആവണം. ബെറ്റർ പേഴ്സൺ എന്ന് വെച്ചാൽ എന്തുവാ? എല്ലാ രീതിയിലും എനിക്ക് എൻ്റെ നല്ല സ്വഭാവങ്ങളെ വളർത്തി കൊണ്ടുവരണം. ചീത്ത സ്വഭാവങ്ങളെല്ലാം കണ്ടുപിടിക്കണം. അത് ചീത്ത സ്വഭാവമാണോ, ചീത്ത ചിന്തയാണോ, ചീത്ത വർത്തമാനമാണോ, ചീത്ത ചെയ്ത്താണോ, എന്തൊക്കെ നെഗറ്റീവായിട്ട് എൻ്റെ മനസ്സിൽ കിടന്ന് ഓടുന്നോ അതിനെല്ലാം കട്ട് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ചുമ്മാ കട്ട് ചെയ്യാനൊക്കത്തില്ല, ഇല്ല. ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എനിക്ക് ഇന്ന കുറകളുണ്ട്, കുറ്റങ്ങളുണ്ട്, എൻ്റെ ചിന്ത ശരിയല്ല, എൻ്റെ വാക്ക് ശരിയല്ല. അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് അതിനെ കട്ട് ചെയ്ത് മാറ്റി വരുമ്പോഴാണ് ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ വ്യക്തിയായിട്ടാണ് മാറുന്നത്. അതിന് പേരാണ് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഈ സെൽഫ് ട്രാൻസ്ഫോർമേഷന് ഈ ചക്രാസിനെ കുറിച്ചൊക്കെ അറിയുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം ഇത് ഇനിയൊരു കാര്യം. ഓക്കെ, ഇപ്പം നെഗറ്റീവ് സ്വഭാവം എന്ന് പറയുന്നത് ഫിയറും ഭയവും, പോസിറ്റീവ് സ്വഭാവം എന്ന് പറയുന്നത് ട്രസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വിശ്വാസം. ദൈവം എന്നെ ജനിപ്പിച്ചു, ഈ ലോകത്ത് അയച്ചു. ഓക്കെ, ഞാൻ എൻ്റെ കർമ്മയൊക്കെ കൊണ്ടുവന്നിരിക്കുക, എന്നാലും ഒരു ദൈവവിശ്വാസം. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താൽ ദൈവം നമ്മളെ രക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസം വേണം. അത് ഒരാളുടെ അടുത്ത് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ മൂലാധാര ചക്ര ഓക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം വേറൊരാളിൻ്റെ മൂലാധാര ചക്രയെക്കുറിച്ചല്ല നമുക്ക് അറിയേണ്ടത്, സ്വയം നമ്മൾ ചിന്തിക്കുക. എൻ്റെ മനസ്സിൽ എത്ര ഭയമുണ്ട്, എൻ്റെ മനസ്സിൽ എത്ര വിശ്വാസമുണ്ട്, എനിക്ക് എൻ്റെ പുറത്ത് വിശ്വാസമുണ്ടോ എന്നുള്ളത് വീണ്ടും 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 നമ്മൾ അനലൈസ് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പം ഈ ഫിയർ, ഈ കൊച്ചുനാളിലേ ഈ ഫിയർ വരുന്നതിൻ്റെ കാരണം എന്തുവാ? അതിന് പല കാരണങ്ങളുണ്ട്. അതായത് പഴയ ജന്മങ്ങളിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. നടന്നു. പക്ഷേ അത് എന്തുവാന്ന് നമുക്ക് അറിഞ്ഞാൽ കുറച്ചും കൂടെ പഴയ ജന്മം എങ്ങനെയാന്ന് കൂടെ അറിയേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഭയമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു ബുക്കിൽ വായിച്ചതാണ്, ഒരാള് വെള്ളത്തിൽ വീണ് മരിച്ചാൽ അടുത്ത ജന്മത്ത് അയാൾക്ക് വാട്ടർ ബോഡിയുടെ അടുത്ത് പോകാനേ ഭയമായിരിക്കും. അത് സത്യമാണ്. വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചു. അപ്പോൾ മുങ്ങുമ്പം മരിക്കാറാവുമ്പം എങ്ങനെ കിടന്ന് പിടച്ചു കാണും. ആ പിടയലാണ്, അതാണ് ഫിയർ. ആ ഫിയർ അടുത്ത പല ജന്മങ്ങളിൽ തുടരും. അപ്പം ഈ കുളത്തിൻ്റെ അടുത്ത് പോയാലേ ഭയവാ, ബാത്ത് ടബിൽ പോയാലേ ഭയവാ. എന്നുവെച്ചാൽ പഴയ ഓർമ്മ. അത് മാത്രമല്ല, ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്കൊക്കെ ഈ ആസ്മയുടെ അസുഖം വരും. ഇപ്പം ആസ്മ ഉള്ളവരെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നല്ല അർത്ഥം. വെള്ളത്തിൽ മുങ്ങി മരിച്ചവർക്ക്
ആസ്മയുടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താന്ന് വെച്ചാൽ അതിന് സയന്റിഫിക്കായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, എവിടെയും ഇത് ആരും പറഞ്ഞു തന്നിട്ടില്ല, എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇത് ഒന്ന് വെച്ച് ഇനി ഒന്നിനെ ലിങ്ക് ചെയ്ത് നോക്കി. അതായത് വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോഴേ എന്തുവാ, വായി കൂടെയും മൂക്കി കൂടെയൊക്കെ വെള്ളം കയറും. അത് ലങ്സിൽ കയറും. ലങ്സിൽ കയറിയാണ് അകത്ത് കാറ്റ് പോകാൻ വയ്യാതെ ശ്വാസം മുട്ടി മരിക്കും. അപ്പം ഈ ആസ്മ എന്ന് പറയുന്നത് എന്തുവാ, ശ്വാസം വിടാനുള്ള പ്രയാസം. അതും കണക്റ്റഡ് വിത്ത് ലങ്സ് ആണ്. അപ്പൊ അവർ പറയുന്നത് ശരിയാണ്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ വേണം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പഠിക്കണം. ഓക്കെ. അപ്പം ഈ ഫിയർ എന്ന് പറയുന്നത് പഴയ ജന്മത്തെ കാര്യങ്ങൾ, പിന്നെ നമ്മൾ ചെയ്ത നെഗറ്റീവ് കർമ്മ. ഇപ്പം നമുക്ക് ഫിയർ വേണ്ട എന്നുണ്ടെങ്കിൽ മറ്റവർക്ക് നമ്മൾ ഫിയർ കൊടുക്കരുത്. കഴിഞ്ഞ ജന്മം ചിലപ്പോൾ നമ്മൾ ഒരുപാട് പേരെ പേടിപ്പിച്ചായിരിക്കും നമ്മൾ ജീവിച്ചത്. അപ്പം ആ ഫിയർ നമുക്ക് തിരിച്ച് കിട്ടുന്നു. അപ്പം നമ്മളുടെ നെഗറ്റീവ് കർമ്മ. അത് മാത്രമല്ല, ഇപ്പം ഒരമ്മയ്ക്ക് വേണ്ടാത്ത ഒരു പ്രഗ്നൻസി, ഒരമ്മയാകാം, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് പ്രഗ്നൻ്റ് ആയി. അപ്പം അതിന് മനസ്സിലുള്ള ഫിയർ, ലോകം നമ്മളെ എങ്ങനെ കാണും, വീട്ടിലെ അമ്മയച്ഛന് നമ്മളെ എങ്ങനെ കാണും, സൊസൈറ്റി നമ്മളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, നമുക്ക് ഈ കൊച്ചിനെ പെറാൻ പറ്റുമോ, പെറ്റെടുത്ത് വളർക്കാൻ പറ്റുമോ, ആ ഭയം ആ സ്ത്രീക്കുണ്ടെങ്കിൽ ആ ഭയം അങ്ങനെയാ ആ കൊച്ചിന് പോകും. അകത്തുള്ള കൊച്ചിന് അത് ഭയം പോകും. ഓക്കെ. അതേമാതിരി ജനിക്കുമ്പോൾ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ഭയങ്ങൾ, ചിലപ്പം ഒരുപാട് പ്രസവ വേദന മാത്രമല്ല, പ്രസവ വേദന എന്ന് പറയുന്നത് അത് നാച്ചുറലാണ്. ആ വേദന ഉണ്ടെങ്കിലേ കുഞ്ഞിനെ വെളി പുഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വേറെ കാര്യം. അല്ലാതെ നേരത്തെ വീട്ടിൽ വെള്ളം കുടം ഉടയുന്നത്, വീട്ടിൽ വന്ന് അല്ല ഹോസ്പിറ്റലിൽ വരാൻ പറ്റാത്തത്, പകുതി വഴിയിൽ നടക്കുന്നത്, പ്രസവം നടക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ആ അമ്മയ്ക്കുള്ള ഭയം, ഞാൻ ജീവിക്കുവോ, എൻ്റെ കൊച്ചു ജീവിക്കുവോ, അല്ലെങ്കിൽ എൻ്റെ കൊച്ചു മരിച്ചു പോവുമോ എന്നൊക്കെ ഉള്ള ഭയം, അതങ്ങനെ കൊച്ചിനും മനസ്സിലോട്ട് മാറും, ട്രാൻസ്ഫർ ആകും. അതേമാതിരി ഈ ചില അവിഹിത ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ചില അമ്മമാർ എടുത്ത് എറിയുക, കുപ്പത്തൊട്ടിയിൽ കൊണ്ടിടുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ചിലപ്പം ആ കൊച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. അതിന് ആയുസ്സുണ്ടെങ്കിൽ അത് രക്ഷപ്പെടും. ചിലപ്പോൾ അത് നല്ല ഒരു ആളിൻ്റെ കയ്യിലായിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ജീവിതം ഓഹോന്നിരിക്കും. പക്ഷേ അതിന് അറിഞ്ഞു വരുമ്പം, ഇതുവരല്ല എൻ്റെ അമ്മ, എന്നെ പെറ്റ അമ്മ വേറെയാണ്, അല്ലെങ്കിൽ എന്നെ അനാഥാശ്രമത്തിൽ എന്നെ കൊണ്ട് എൻ്റെ അമ്മ വിട്ടു, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഇങ്ങനെയൊക്കെ ഉള്ള നെഗറ്റീവ് ഫീലിങ്സ് എല്ലാം കൂടെ ഒരു ഭയത്തിനെ കൊണ്ടുവരും. അതേമാതിരി എന്തുവാ, അമ്മയ്ക്ക് അച്ഛനും ഇടയിലുള്ള ഡൈവേഴ്സ്, അവർ തമ്മിലുള്ള വഴക്ക്, ഇതെല്ലാം കാണുമ്പം കൊച്ചിന് ജീവിതത്തിൻ്റെ പുറത്തുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഇപ്പം സർവകാലം അമ്മയച്ഛനും വഴക്കിടുന്നു, അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നു. അപ്പം ഡൈവേഴ്സൊക്കെ ചെയ്യുമ്പോഴേ ആ കൊച്ചിൻ്റെ അടുത്ത് പറയണം, നീ കാരണമല്ല ഞങ്ങൾ പിരിഞ്ഞു പോന്നേ, ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞു പോന്നേ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ഒരു കൊച്ചിൻ്റെ ജീവിതത്തിൽ കൊച്ചിലേ നടക്കുന്ന പല നെഗറ്റീവ് കാരണങ്ങൾ കൊണ്ട് എത്ര വലുതായാലും ആ ഭയം മാറത്തില്ല. അതേമാതിരി അടിക്കുന്നത്, കണ്ടമാനം അടിക്കാതിരിക്കുന്നതും ശരിയല്ല, കണ്ടമാനം എടുത്തിട്ട് അടിക്കുന്നത് ശരിയല്ല. മുരിങ്ങയെ ഒടിച്ച് വളക്കണം, കുട്ടികളെ അടിച്ച് വളക്കണം എന്നാണ് പണ്ടേ കാലത്ത് പറഞ്ഞത്. ഇപ്പം ഒറ്റ അടി അടിക്കാൻ ഒക്കത്തില്ല, തുറിച്ച് നോക്കാൻ പറ്റത്തില്ല, പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റത്തില്ല. അത് അടുത്ത എക്സ്ട്രീമായി പോയി. കഴിഞ്ഞ കാലം വരെ അടിന്ന് അതും കുറച്ച് കൂടിപ്പോയി. ഇപ്പം ഒരു അടി പോലും അടിക്കരുത്. ഒരു അടി അടിച്ചാൽ ഉടനെ എന്തുവാ, കുട്ടികൾ ചൈൽഡ് കെയറിൽ വിളിക്കുക, അതും ശരിയല്ല. എന്തോ ഒന്നേ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ എന്ന് പറയുന്ന പോലെ അങ്ങേയറ്റവും പാടില്ല, ഇങ്ങേയറ്റവും പാടില്ല.
പക്ഷേ ചിലരൊക്കെ ഒരുപാട് പനിഷ്മെന്റ് കൊടുക്കുന്നത്, അക്കാലത്തൊക്കെ ഇതൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പം ആ അവരുടെ മനസ്സിലൊക്കെ ഉള്ള ഭയമാണ് നമുക്കിപ്പം വന്നിട്ടുള്ളത്. ഓക്കെ. നമ്മുടെ 4 തലമുറയ്ക്ക് മുമ്പേ ഉള്ള കാര്യങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് നമുക്ക് ഭയമായിട്ട് വരും. അപ്പം നമ്മുടെ മൂലാധാര ചക്രം വീക്ക് ആകുന്നതിന് കാരണം ഈ ഭയമാണ്. ഉം. ഉം. അതേമാതിരി എന്തുവാ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഒരച്ഛൻ പയ്യനെ ഭയങ്കരമായിട്ടിട്ട് അടിക്കുന്നു. അടിന്ന് ബെൽറ്റ് ഇട്ട് അടിക്കുന്നു. അടിക്കുമ്പോഴത്തേക്ക് കുറച്ച് കാലം ആകുമ്പോഴേ ആ കൊച്ചിന് എന്തോ തോന്നുന്നോ, അടി, നീ ഇനി എത്ര വേണമെങ്കിലും അടി. പിള്ളേർ പറയുന്നുണ്ട് ഇപ്പോഴും, അടിച്ചോ 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 എന്ന് പറയുമ്പോൾ എന്തോ അർത്ഥം, നീ അടി. പക്ഷേ എൻ്റെ മനസ്സ് അതിനെ, എൻ്റെ ദേഹത്ത് അത് വേദനിക്കത്തില്ല. നീ എത്ര വേണമെങ്കിലും അടിച്ചോ, ഞാൻ എൻ്റെ ദേഹം അതിന് വഴങ്ങി കൊടുക്കത്തില്ല എന്നുള്ള മനസ്സിൻ്റെ ഒരു വൈരാഗ്യം. അങ്ങനെയൊക്കെ നമ്മൾ, ആ കൊച്ചുങ്ങളാണ് നാളെ സൊസൈറ്റിയിൽ ഈ അടങ്ങാത്ത ഒരു വ്യക്തിയായിട്ട് വളരുന്നത്. അഗ്രസീവ്നെസ്. എന്നെ എൻ്റെ അച്ഛൻ അടിച്ചടിച്ച് വളർത്തില്ല, അപ്പം ഞാൻ കാണുന്നവരെല്ലാം അടിക്കും. അങ്ങനെ വിചാരിക്കാൻ തോന്നും. 2 വിധത്തിൽ വിചാരിക്കാം. ഞാൻ അടി കൊണ്ട് വളർന്നു, എൻ്റെ കൊച്ചുങ്ങളെ ഞാൻ അടിക്കുകയില്ല, അല്ലെങ്കിൽ മറ്റവരെ ഞാൻ ഉപദ്രവിക്കത്തേ ഇല്ല എന്ന് വിചാരിക്കുന്നത് ഒരു സൈഡ്. ഇനിയൊരു സൈഡ്, എന്നെ അടിച്ചല്ലേ വളർത്തെ, അടിച്ച് തകർക്കും. ആൻറ്റി സോഷ്യൽ കാര്യങ്ങൾക്ക് കാരണമാകുന്നത് ഇങ്ങനത്തെ ചിന്താഗതിയാണ്. അപ്പം ഇതെല്ലാം കൊണ്ടും അതേമാതിരി അമ്മയും അച്ഛനും സാധാ സർവ്വകാലവും പൈസ ഇല്ലാന്ന് വഴക്കിടുക, വീട്ടിലെ സാധനങ്ങളില്ല എന്ന് വഴക്കിടുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഈ കൊച്ചുങ്ങൾ കേട്ട് കേട്ട് വളരുമ്പം ജീവിതമേ ഇതേ ഉള്ളൂ, ജീവിതത്തിൽ നമ്മൾ ഉള്ള കാലം പോലെ ഇങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടിയേ. അപ്പം ജീവിതത്തിൻ്റെ പുറത്തുള്ള ട്രസ്റ്റ് കുറയുന്നു. ഫിയർ വരുന്നത് മാത്രമല്ല, ഭയം മാത്രമല്ല, ട്രസ്റ്റ് കുറയുന്നു. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പം ഈ മൂലാധാര ചക്രത്തിൽ എനർജി കുറയുമ്പം, എനർജി കുറയുമെന്ന് വെച്ചാൽ അതിൻ്റെ ആക്റ്റീവ്നെസ് കുറയുമ്പം എന്തൊക്കെ ഉണ്ടാകും? അവർക്ക് ജീവിതത്തിനോട് ഒരു പിടിപ്പില്ല. അവർ ഫുഡിനോട് ഒരു എന്തുവാ ഒരു താല്പര്യം കാണത്തില്ല. അണ്ടർ വെയ്റ്റ് കുഞ്ഞുങ്ങളായിരിക്കും. അൺഓർഗനൈസ്ഡ് ആയിരിക്കും. അൺഓർഗനൈസ്ഡ് എന്ന് വെച്ചാൽ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കും. ശുദ്ധമായിട്ടിരിക്കണമെന്ന് അവർക്ക് തോന്നത്തില്ല. അതായത് നനച്ച് കുളിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ല, നനച്ച നല്ല തുണികൾ ഉടുക്കണമെന്ന് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെയൊക്കെ എപ്പം നോക്കിയാലും ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും, പകൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. അവർക്ക് ഒന്നിനും ഒരു ശ്രദ്ധ പോകത്തില്ല. അതേപോലെ കാശിൻ്റെ കാര്യത്തിൽ, വലുതാകുമ്പോൾ കാശിൻ്റെ കാര്യത്തിൽ അവർക്ക് വലിയ ഒരു അതായത് ഇത്ര സമ്പാദിക്കുന്നു, ഇത്ര ചെലവ് ചെയ്യുന്നു, ഇത്ര ചേർത്ത് വെക്കണം, ഇതുകൊണ്ട് ഇത്ര ചെയ്യണം, അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇല്ലാത്ത, അതായത് സിസ്റ്റമാറ്റിക്, അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതം ജീവിക്കുന്നവരായിരിക്കും. ഓക്കെ, എല്ലാ രീതിയിലും. അതേ സമയത്ത് ഇത് എനർജി കുറയുമ്പോൾ, എനർജി കൂടിപ്പോയാലും പ്രശ്നമാണ്. എനർജി കൂടിയാൽ ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് അടുക്കും ചിട്ടയും ഭയങ്കരമായിരിക്കും. ഈ അടുക്കും ചിട്ടയും ഭയങ്കരമായിട്ട് വരുമ്പം സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ഈ അടുക്കും ചിട്ടയും കൂടുമ്പം എന്തു പറ്റും? അവർക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല, അഡാപ്റ്റബിലിറ്റി ഇല്ല. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് വളഞ്ഞു കൊടുക്കാനുള്ള മനസ്ഥിതി ഇല്ല. ഓക്കെ, അതാണ്. അതേപോലെ എന്തുവാ തിന്നുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് തിന്നണം. എന്താണെന്ന് വെച്ചാലേ, ഈ മൂലാധാരം കൂടുതൽ ഇതായിരുന്ന ഒരുപാട് കഴിക്കാൻ തോന്നും. ഓവർ വെയിറ്റ് ആയിരിക്കും. എനർജി കുറഞ്ഞാൽ അണ്ടർ വെയിറ്റ്, എനർജി കൂടിയാൽ ഓവർ വെയിറ്റ്, ഒബീസിറ്റി. ഓക്കെ, ഓവർ ഈറ്റിംഗ്. അതേമാതിരി അവർക്ക് ഈ കാശിനോട് വലിയ പ്രേമമായിരിക്കും. കാശ് വേണം, കാശ് വേണം, കാശ് വേണം, കാശുണ്ടാക്കണം. അപ്പം ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കത്തില്ല. എങ്ങനെയെങ്കിലും എനിക്ക് കാശുണ്ടാക്കണം എന്നുള്ള ഒരു വെറി. അതൊക്കെയാണ് ഇങ്ങനത്തെ, അതായത് എനർജി, മൂലാധാര ചക്രത്തിൽ എനർജി കൂടിയാലുള്ള സ്വഭാവങ്ങൾ. അപ്പം ബാലൻസ്ഡ് ആയിട്ടിരിക്കണം.
ഏത് ചക്രയും ബാലൻസ്ഡ് ആയിട്ടിരിക്കണം. അപ്പോൾ ഇപ്പൊ നമുക്ക് മൂലാധാര ചക്ര ബാലൻസ്ഡ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ ഈ ഗുണങ്ങളെല്ലാം വെച്ചോണ്ട് നമ്മൾ ചോദ്യം ചോദിച്ചു നോക്കണം. ഞാൻ എങ്ങനെ ഞാൻ ഈ പണത്തിനോട് എത്ര പ്രേമമുണ്ട്, കഴിക്കുന്നതിനോട് എത്ര പ്രേമമുണ്ട്, മറ്റവരുടെ കൂടെ എങ്ങനെ ഞാൻ ഇടപഴകുന്നു, എൻ്റെ പുറത്ത് വിശ്വാസമുണ്ടോ, മറ്റവരുടെ പുറത്ത് വിശ്വാസമുണ്ടോ, ജീവിതത്തിൻ്റെ പുറത്തെ വിശ്വാസമുണ്ടോ, ഇങ്ങനൊക്കെ നമ്മൾ പല ചോദ്യങ്ങൾ ചോദിച്ചു നോക്കണം. അപ്പം ബാലൻസ്ഡ് ആയിട്ട് ചക്ര ഉണ്ടെങ്കിൽ, മൂലാധാര ചക്ര ബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാത്തിലും ഒരു നിറവുണ്ട്. എല്ലാം അളവായിട്ടിരിക്കും, എല്ലാം മീഡിയം ആയിട്ടിരിക്കും. അങ്ങേയറ്റവും ഇല്ല, ആ ഒരു എക്സ്ട്രീമും ഇല്ല, ഈ ഒരു എക്സ്ട്രീമും ഇല്ല. അവര് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കാശിൻ്റെ കാര്യത്തിൽ, കഴിക്കുന്ന കാര്യത്തിൽ, വൃത്തി, അടുക്കും ചിട്ടയും എല്ലാമേ കറക്റ്റായിട്ടിരിക്കും. രണ്ടാമത് അവർക്ക് ജീവിതത്തിൻ്റെ കൂടെ ഒരു ഉറപ്പുണ്ട്. ഫീലിംഗ് ഗ്രൗണ്ടഡ് എന്ന് വെച്ചാൽ എന്തുവാണോ, ഞാൻ പറഞ്ഞില്ലേ, മൂലാധാര ചക്ര ഈസ് കണക്റ്റഡ് ടു മദർ എർത്ത്. അപ്പം ഫീലിംഗ് ഗ്രൗണ്ടഡ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഉറപ്പിച്ച് നമ്മൾ കാല് രണ്ടും ഉറപ്പിച്ച് തറയിൽ വെച്ച് നിൽക്കുമ്പം എങ്ങനെയുണ്ട്, അതേ സമയത്ത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ, അതുപോലെയാണ് ലൈഫേ ഷേക്കി ആയിട്ട് തോന്നും. ബാലൻസ്ഡ് ആണെങ്കിൽ ഓക്കെ, ലൈഫിൽ നല്ലതും വരും ചീത്തയും വരും, അപ്സ് ആൻഡ് ഡൗൺസ് വരും, നമുക്കത് നോക്കാം എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു പിടിമാനം, അതാണ് ഫീലിംഗ് ഗ്രൗണ്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. അപ്പം ബേസിക്കലി മൂലാധാര ചക്ര എന്ന് പറയുന്നത് സർവൈവൽ മോഡിലാണ്. സർവൈവൽ മോഡ് എന്ന് വെച്ചാൽ എന്തുവാ, കഴിക്കുക, ഉറങ്ങുക, കുട്ടികളെ പെറുക, ഇത് മൂന്നുമാണ് സർവൈവൽ മോഡ് എന്ന് പറയുന്നത്. ഇത് അനിമൽസിനാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ മൂലാധാര ചക്രയുടെ എനർജി കൂടിയാലും കുറഞ്ഞാലും ഈ കാര്യങ്ങളിലേക്കാണ് ബാലൻസ് തെറ്റുന്നത്. ഓക്കെ, അതേപോലെ എന്തുവാ, അപ്പം ഈ ചിലർക്ക് ഈ ഫിയർ കൊണ്ട് തന്നെ ജീവിതത്തിനെ നേരിടാൻ തന്നെ അവർക്ക് ഭയമാണ്. ചിലർ ഫ്രീസ് മോഡിൽ പോകും. ഫ്രീസ് മോഡ് എന്ന് വെച്ചാൽ അവർക്ക് ഓരോ സിറ്റുവേഷനിലും എങ്ങനെ റിയാക്ട് ചെയ്യുന്നതിനെ അറിയാൻ വയ്യ. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പുറത്ത് തന്നെ ദേഷ്യം, അവർക്ക് തന്നെ ഒരു ലോ എസ്റ്റീം, അവരെക്കുറിച്ച് തന്നെ ഒരു താഴ്ന്ന ഒരു നിലപാട്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ മൂലാധാര ചക്ര ശരിക്ക് ബാലൻസ്ഡ് ആയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ. അപ്പം ബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഫിയർ കാണത്തില്ല, ട്രസ്റ്റ് കാണും. അവർക്ക് ഒരു സറണ്ടർ മോഡാണ്. സറണ്ടർ മോഡ് എന്ന് വെച്ചാൽ എന്തുവാ, ഡു യുവർ ബെസ്റ്റ്, നമ്മൾക്ക് നമ്മളാലായത് നല്ലത് ചെയ്യുക, ചെയ്തേ പിന്നെ എന്ത് ചെയ്യാം, ലീവ് ദ റെസ്റ്റ് ടു ഗോഡ്, ദൈവം ബാക്കി നോക്കിയോളും. നമ്മൾ ഒന്നും ചെയ്യാതെ ദൈവം നമ്മളെ നോക്കി സഹായിക്കും, പണം കൊണ്ടുവന്ന് അങ്ങനെ വാരിക്കൊട്ടും, അങ്ങനെയല്ല വിചാരിക്കുന്നു. അതല്ല സറണ്ടർ മോഡ് എന്ന് വെച്ചാൽ നമ്മളാലായത് നമ്മൾ പ്രയത്നിക്കുക. അതായത് താൻ പാതി ദൈവം പാതി, നമ്മളാലായത് നമ്മൾ ചെയ്യുക. ചെയ്തിട്ടും നമുക്കൊന്നും നടന്നില്ലെങ്കിൽ ശരി, അതിന് മീതെ എന്തോ ഉണ്ട്, നമുക്കും മീതെ എന്തോ ഉണ്ട്. നമ്മൾ ചെയ്ത നെഗറ്റീവ് കർമ്മയായിരിക്കാം, കഴിഞ്ഞ ജന്മം ചെയ്ത പാവങ്ങളായിരിക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് യു സീ ലൈഫ് ഇൻ എ ബിഗർ പിക്ചർ. എന്ന് പറയുന്നതിൻ്റെ അർത്ഥമേ വേറെയാണ്. അതായത് ഇന്നത്തെ കാര്യം, ഇന്ന് ഞാൻ ഒരു നല്ല ഇൻ്റർവ്യൂവിന് പോയി, നല്ല പ്രിപ്പയർ ചെയ്തു, കിട്ടിയില്ല. അപ്പം ദൈവമേ ഇല്ല, ഇതെല്ലാം ചുമ്മാ ഹാർഡ് വർക്ക് എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെ. കാശുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവൻ്റെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും ജോലി വാങ്ങിച്ചിരിക്കാം. നമുക്ക് കാശുമില്ല, ഒന്നുമില്ല, നമ്മളുടെ കപ്പാസിറ്റിയെ വിചാരിച്ചുകൊണ്ട് പോകുന്നതിലൊന്നും അർത്ഥമില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ അത് ശരിയല്ല. അതായത് ഡു യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ദ റെസ്റ്റ് ടു ഗോഡ്. ലീവ് ദ റെസ്റ്റ് ടു ഗോഡ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ, നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊള്ളാം, നമുക്ക് നല്ല മാർക്കുണ്ട്, ഇത്രയും
പ്രയാസപ്പെട്ട് നമ്മൾ നല്ല രീതി ചെയ്തിട്ടും എനിക്ക് ആ ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് വേറെ പല കാരണങ്ങൾ, അത് ചിലപ്പം കാരണങ്ങൾ ഈ ജന്മത്ത് ഉണ്ടായ കാരണങ്ങളെ അല്ലാതിരിക്കും. അത് ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്ത് നമ്മളങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഓഫീസറായിരുന്ന് നല്ല ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ മനഃപൂർവ്വം എടുക്കാത്തതായിരിക്കാം. അങ്ങനെ അതുകൊണ്ടായിരിക്കും നമുക്കത് തിരിച്ചടിക്കുന്നത് ഈ ജന്മത്ത്. അങ്ങനെയൊക്കെ ഒരു ബിഗർ പിക്ചറായിട്ട് നമ്മൾ ജീവിതത്തിൽ കാണണം. അതിന് നമുക്ക് പഴയ ജന്മങ്ങളെ കുറിച്ചൊക്കെ അറിയണം. അത് അത്ര ഒന്നും എളുപ്പമല്ല. അപ്പം അറിഞ്ഞില്ലെങ്കിലും അതാണ് പറഞ്ഞത്, നമുക്ക് മീതെ പല കാര്യങ്ങൾ ഉണ്ട്. ഇത് നടന്ന് ഞാൻ 100% ട്രൈ ചെയ്തു, 100% ശ്രമിച്ചു, 100% എൻ്റെ ശക്തിയെ പ്രയോഗിച്ച് ഞാൻ നല്ല രീതിയിൽ ചെയ്തു, പെർഫോം ചെയ്തു. എന്നിട്ടും എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഉടനെ ദൈവത്തിനെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ അമ്മയും അച്ഛനെയും ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ സിസ്റ്റത്തിനെ ചീത്ത വിളിക്കുക. അതല്ല ചെയ്യണ്ടേ. നമ്മൾ ശരി, നമുക്ക് മീതെ എന്തൊക്കെയോ ഉണ്ട്, നമുക്കറിയുന്നില്ല, അത് ശരി, നടക്കുന്നത് നടക്കട്ടെ. അതാണ് സറണ്ടർ മോഡ്. ചിലരുണ്ടല്ലോ ഒന്നുമേ ചെയ്യാതെ ദൈവം നോക്കിക്കോളും, അത് എസ്കേപ്പിസം. എസ്കേപ്പിസം എന്ന് വെച്ചാൽ ഒന്നുമേ ചെയ്യാതെ അതിൽ നിന്ന് മാറി മാറി പോവുക. അതല്ല വേണ്ടിയത്. നമ്മൾ നല്ലത് നമ്മളായത് ചെയ്തിട്ട് നമ്മൾ ദൈവത്തിനോട് അല്ലെങ്കിൽ നമുക്ക് മീതെ ഉള്ള ശക്തിയോടുകൂടി ശക്തിയുടെ പുറത്ത് ഒരു വിശ്വാസം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുക. അതാണ് നമുക്ക് വേണ്ടിയത്. അപ്പം അതുമാത്രമല്ല, ഈ മൂലാധാര ചക്ര നന്നായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് നിയന്ത്രിക്കണം. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് അത്ര ശരിയല്ല. എന്താന്ന് വെച്ചാൽ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ അത് ഫുഡ് ഓഫ് പെയിൻ ആൻഡ് സഫറിങ്. ഫുഡ് ഓഫ് പെയിൻ ആൻഡ് സഫറിങ് എന്ന് പറഞ്ഞാൽ അതായത് മറ്റ് ആനിമൽസിനെ, മറ്റ് മൃഗങ്ങളെ കൊന്ന് തിന്നുമ്പം അതിൻ്റെ നെഗറ്റിവിറ്റി നമ്മളുടെ മൂലാധാര ചക്രത്തിനെ ബാധിക്കും, നമ്മളെ ഒട്ടുമൊത്തം ബാധിക്കും. അതുകൊണ്ടാണ് നോൺ വെജിറ്റേറിയൻ ഫുഡ് നല്ലതല്ല എന്ന് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഞാൻ സ്ട്രോങ് ആയിട്ട് ഇപ്പം പറയുന്നില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടം. അതാത് സമയത്ത് നിങ്ങൾ തന്നെത്താനെ നോൺ വെജിറ്റേറിയനിൽ നിന്ന് വെജിറ്റേറിയനിലോട്ട് മാറും. അങ്ങനെ ഒരു സമയം വരും. അപ്പം അതുവരെ നിങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ കുറേശ്ശെ കുറയ്ക്കാൻ നോക്കുക. അത് അവരവരുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തോണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജനിച്ചപ്പം തൊട്ടേ ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് ഇതിൽ വലിയ പ്രയാസം വന്നിട്ടില്ല. പക്ഷേ വെജിറ്റേറിയൻ ഫുഡിലോട്ട് മാറുന്നത് നല്ലതാണ്. ഓക്കെ. പിന്നെ എന്തുവാ ഇങ്ങനൊക്കെ. അപ്പം മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇത് എന്തുവാ, നമ്മൾ മൂലാധാര ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനും അതിനെ ബാലൻസ്ഡ് ആയിട്ട് വെക്കാനും ചില സാധനങ്ങളെല്ലാം കേട്ട് പഠിച്ച് ഈ മനസ്സിലുണ്ടാകുന്ന ഫിയറിനെ മാറ്റി നമ്മളുടെ പുറത്തും ദൈവത്തിൻ്റെ പുറത്തും വിശ്വാസം വെച്ച്, ട്രസ്റ്റ് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം ഇങ്ങനെ നമ്മളെ ചോദ്യം ചോദിച്ച് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ചക്രാസിലും ഓരോ ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ ഗുണങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി അതിനേറ്റ പോലെ നമ്മൾ ജീവിക്കുക. ഓക്കെ. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയും. നന്ദി, നമസ്കാരം.